പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കാണണം. ഈ കാണുന്ന സ്ത്രീയും അവരുടെ ഭർത്താവും കഴിഞ്ഞ 8 വർഷമായി താമസിച്ച് വന്ന ഈ ഒരു വീട്, ഈ വീടിൻ്റെ ഉടമകളായ ആളുകൾ JCB ഉപയോഗിച്ച് തകർത്ത് ഇട്ടിരിക്കുകയാണ്. അതും ആ സമയത്ത് ഈ 2 പേരും പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും കേസുകളൊക്കെ നടന്നു പോകുന്ന സമയത്താണ് അവർ പോലീസ് സ്റ്റേഷനിൽ പോയ സമയം നോക്കി കെട്ടിട ഉടമകൾ ആ ഒരു കെട്ടിടം JCB ഉപയോഗിച്ച് തകർത്തത്. ഇതിൽ അവരുടെ സാധനങ്ങളും എല്ലാ സാധനങ്ങളും നശിച്ചു. ഇനി എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. അവരുടെ എല്ലാ സാധനങ്ങളും നശിച്ചു കിടക്കുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു കെട്ടിട ഉടമയും ഈ വീട്ടുകാരും തമ്മിൽ എന്തൊക്കെയോ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രകാരം കോടതിയുടെ ഉത്തരവുണ്ട്. കെട്ടിട ഉടമകൾ അതിക്രമിച്ച് ഇവിടേക്ക് കയറരുത് എന്ന്. അത് ലംഘിച്ചാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ കയറി പൂർണ്ണമായും തകർത്തത്. ഏതായാലും സംഭവം ഇങ്ങനെയാണ്. കൊല്ലം ചിതറയിൽ വാടക തർക്കം. വാടകക്കാരെ ചിതറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി കെട്ടിട ഉടമ വാടക കെട്ടിടം JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ചിതറ സ്വദേശികളായ അബ്ദുൽ വാഹിദും സൂറ ബീബിയും 8 വർഷക്കാലമായി വാടകയ്ക്ക് താമസിച്ചു വന്ന വീടാണ്. കെട്ടിട ഉടമകളായ അൻവറും ദിൽവറും ചേർന്നാണ് കെട്ടിടം ഇടിച്ചു നിരത്തിയത്. 6 മാസമായി കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയിൽ കേസ് നിലനിൽക്കുകയും കെട്ടിടത്തിൽ അതിക്രമിച്ച് കയറരുതെന്ന് അൻവറിനോടും ദിൽവറിനും കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇന്ന് 1 മണിയോടുകൂടി JCB ഉപയോഗിച്ച് പൊളിച്ചത്. ചിതറ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഏതായാലും ഇത് അല്പം കടന്നുപോയി എന്ന് തന്നെ പറയാനുള്ളൂ. ദേഷ്യത്തിൻ്റെയോ എടുത്തുചാട്ടത്തിൻ്റെയോ ഒക്കെ പ്രശ്നമായിട്ട് ഇപ്പോൾ 2 കൂട്ടർക്കും ഇല്ലാതായിരിക്കുകയാണ്. മാത്രമേ ഉള്ളൂ, ഒരു ഉടുതുണി പോലുമില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. നമുക്ക് കിണറില്ല, കക്കൂസില്ല, എല്ലാം വെട്ടി നശിപ്പിച്ചു. ഞങ്ങൾക്കൊരു ഉടുതുണിയില്ല. കഞ്ഞി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതാ. പോലീസ് വിളിച്ചുകൊണ്ട് പോയതാ. കഞ്ഞി കുടിക്കാൻ പോലും വിട്ടില്ല. വരാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ഞങ്ങൾ 2 പേരും ഞങ്ങളെ പുറത്തിറക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഇടിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നു മൊത്തം. ഒരു ഉടുതുണി പോലും ഇല്ല. കട്ടിലെ അലമാരി സകലതും പോയി. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നു? പോലീസ് വിളിച്ചത് ഇവരുടെ വീട്ടിൽ പോയി ഞാൻ ചീത്ത വിളിച്ചെന്ന്. ഞാൻ അവിടെ വശത്തോട്ട് പോലും പോയിട്ടില്ല. വീട്ടിൽ പോയി ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. ഇവിടുത്തെ പകുതി സാധനങ്ങളും പിറക്കിക്കൊണ്ട് ഞങ്ങൾ പോയെന്ന്. ഇന്നലെ എങ്ങാണ്ട് പിറക്കി മാറ്റിയെന്ന് പകുതി സാധനങ്ങൾ. ഇത് മൊത്തം ഇതിനകത്ത് കിടക്കുക. മൊത്തം പുതിയ അലമാരി, കട്ടില്, കസേര എല്ലാം ഇതിൽ കിടക്കുക. ഫോണിന്റെ വയറ് വരെ ഇല്ല. ഇവര് തമ്മിലെന്തോ കേസ് കോടതിയിൽ കിടക്കുകയാണോ? ഈ കടയിൽ നിന്ന് ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒഴിയാൻ പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ തന്നേ ഒഴിയത്തുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കട പുതിയ കടയെ അടിച്ച് പൊട്ടിച്ചിട്ടേക്കുന്നത്. വല്ല ജാക്കിയോ എന്താ കണ്ട വണ്ടി കൊണ്ടുവന്നാൽ തെങ്ങെല്ലാം പുഴുതും മാറ്റി ഈ പരുവത്തിലാക്കിയത്.